ഹലോ, ഇന്നുണ്ടല്ലോ നമ്മുടെ ഈ ഭാഗത്തുനിന്നുണ്ടല്ലോ ഈ വീടുകളിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടാ. അതിന്റെ ഭാഗമായിട്ട് കാലത്ത് തന്നെ അമ്മ ഇവിടുത്തെ വാഴലൊക്കെ മുറിച്ച് സെറ്റാക്കണ പരിപാടിയിലാണ് കേട്ടാ. ഞാൻ അത്തക്ക വിട്ട സമയം കൊണ്ട് തന്നെ അമ്മ ദേ ഇലയൊക്കെ വാട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 പൊതിച്ചോറ് കൊടുക്കാന്നുള്ളതായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ലെങ്കിലും കഴിയുന്ന പോലെയൊക്കെ തന്നെ അമ്മ ചെയ്തു കേട്ടാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ അമ്മ ഇത്തിരി മുന്നോട്ടാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായതുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ ശീലമായ കാര്യങ്ങളായതുകൊണ്ടും ചെയ്യാനൊക്കെ ഭയങ്കര സ്പീഡാണ് കേട്ടോ. അല്ലെങ്കിൽ അതേ ഈ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യത്തിലുണ്ടല്ലോ ഭയങ്കര സ്പീഡായിരിക്കും. അവർ ഈ കണ്ണും പൂട്ടി ഓരോന്ന് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കും. എന്നെ പോലുള്ളവരൊക്കെ ഈ ആങ്ങി ഉങ്ങി കണ്ണ് തുറന്നു വെച്ചിട്ട് ചെയ്തു വരുമ്പോഴത്തേനും നേരം വെളുക്കും. ആ ഒരു കാര്യത്തിൽ അമ്മേനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ അഷ്ടമിച്ചിറയിലുള്ള 10 വാർഡുകളിൽ നിന്നായിട്ടാണ് കേട്ടോ ഇവര് ഈ പൊതിച്ചോറ് കളക്ട് ചെയ്യണത്. നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കുള്ള ഉച്ചക്കത്തേക്കുള്ള ഒരു ലഞ്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ DYFIക്കാരുടെ ഒരു എന്താ പറയാ ഹൃദയപൂർവ്വം എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. എല്ലാ പൊതിച്ചോറുകളും കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യും. കുറെ പേർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുതരാണ് ചെയ്തത്. 4000 പേർക്കുള്ള ഫുഡായിരുന്നു കേട്ടോ അവരുടെ ടാർഗറ്റ്. ഒരുപാടല്ലെങ്കിലും കൊണ്ടുവരുന്ന പൊതികളൊക്കെ എണ്ണി ചിട്ടപ്പെടുത്തുന്നതിൽ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പദ്ധതി ആരുടെ തലയിലൊട്ടിച്ച ആശയാണെന്ന് അറിയില്ല. അയാൾ അത് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷം.